രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരുവനന്തപുരത്ത് പ്രതിഷേധം. കാളയുമായി BJP ആണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പലയിടങ്ങളിൽ ഇപ്പോൾ പാലക്കാടൊക്കെ തന്നെ വിവിധ രീതിയിലാണ് BJPയും CPMഉം ഒക്കെ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ കാളയുമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, കാളയെ മുൻനിർത്തിയാണ് പ്രതിഷേധം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് നടത്തിയ പ്രതിഷേധം കോഴിയുമായിട്ടായിരുന്നു. അവസാനം അതിൽ കേസെടുക്കുന്ന സ്ഥിതി വന്നു. ഈ മൃഗങ്ങളുമായിട്ടൊക്കെ പ്രതിഷേധം നടത്തുന്നത് നിയമപരമായി എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് കണ്ടു തന്നെ അറിയണം. എങ്ങനെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതിന് പിന്നാലെ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം കൂടി കോൺഗ്രസ് എടുത്തിരുന്നു. ആ തീരുമാനം എടുക്കുന്നതോടുകൂടി ഇപ്പോഴുണ്ടായിരുന്ന സമരങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഒന്ന് തണുക്കുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിച്ചത്. എങ്കിൽ അതിശക്തമായ സമരവും പ്രതിഷേധവും വീണ്ടും ഉണ്ടാവുകയാണ്. അത് ഇടത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ തെരുവിലാണ്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ BJPയും പ്രതിഷേധവുമായി എത്തുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം എത്തിയത്. വിത്ത് കാളയുമായാണ് ഈ പ്രകടനം. ആ ബാനറിൽ എഴുതിയിരിക്കുന്നത്, ഇവർ മുൻപിൽ പിടിച്ചുകൊണ്ടുവന്ന ബാനറിലുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ VD സതീശിന്റെ വിത്തുകാള എന്ന് പറഞ്ഞ രാഹുലിന്റെ ഒരു ചിത്രവും വെച്ച് ഉള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. നേരത്തെ കരോട്ട പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി പരിശീലിക്കുന്ന വിദ്യാർത്ഥികളുമായി പാലക്കാടും സമാനമായ പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. നേരത്തെ ദിനീഷ് പറഞ്ഞതുപോലെ ഈ കോഴിയുമായി പ്രതിഷേധം നടത്തിയവർക്കെതിരെ അന്ന് കേസും മറ്റുമൊക്കെ ഉണ്ടാകുകയും ചെയ്തതാണ്. ഇതിപ്പോൾ അങ്ങനെയൊക്കെ പോകുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. എന്തായാലും പ്രതിഷേധം പല വിധത്തിൽ നടക്കുകയാണ്. ഒരുവിധത്തിലുള്ള കുറവും പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെയുള്ള ജനങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അണിനിരുന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ തന്നെയുള്ള പ്രതിഷേധങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇപ്പോഴത്തെ പ്രതിഷേധം ഇങ്ങനെ ചിതറിയുള്ള പ്രതിഷേധമാണ് എങ്കിൽ രാഹുൽ പാലക്കാടേക്ക് എത്തുന്ന സമയത്ത് ആ പ്രതിഷേധം എങ്ങനെയാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശരി യുവമോർച്ചയുടെ ഒരു പ്രതിഷേധമാണ് കണ്ടത്. കാളയെ മുൻനിർത്തിയാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്.